സാറേ എന്നെ ഷോക്ക് അടിച്ചു. ഷോക്കോ? വൈദ്യുതാഘാതം? അത് തന്നെ. സാറൊന്നും ഇപ്പൊ വിളിച്ചു പറ എന്തോന്നത്. ആരോട്? മുതലാളി വിളിച്ചു പറ. എടോ മുതലാളി അന്ന് സ്വിച്ച് ശരിയാക്കാൻ വിട്ട ആളെ നമ്മൾ ഇഞ്ചക്ഷൻ എടുത്തിട്ട് കണ്ണടിക്കുക ഓർമ്മയില്ലേ? ഓടിച്ചില്ലേ? സാർ എന്ത് വീണ്ടും അടിക്കാൻ സാറേ ഒന്നും പറ. ഞാൻ വിളിച്ചു നോക്കാം. മുതലാളി വിളി, നമ്മുടെ മുതലാളിയില്ലേ? ഹലോ ഹലോ മുതലാളി. ഹലോ, എന്തൊക്കെയുണ്ട്? നമ്മുടെ ഇവിടുത്തെ സ്വിച്ച് കേടാണ്, ഒന്നുകൂടെ ആളെ വിട്ടാൽ നന്നായിരുന്നു. കഴിഞ്ഞ 6 മാസം വാടക വെച്ചിട്ട് സംസാരിക്കുക. നിനക്ക് എത്ര നാളായി വാടക തന്നിടുന്നത്? നിനക്ക് വല്ല ബോധമുണ്ടോ? മുതലാളി വാടകയല്ലേ മുതലാളി, തരാം തരാം തരാം. ഡോക്ടറെ കോപ്പ എന്നൊക്കെ പറഞ്ഞിട്ട് വാടക തരാൻ വേണ്ടി ഒരു വാടകയിൽ കോപ്പുമില്ല. ഇന്ന് വൈകിട്ട് 5 മണി വരെ സമയം തരും. അതിനുള്ളിൽ വാടക എത്തിച്ചില്ലെങ്കിൽ നിന്റെ ക്ലിനിക്ക് ഞാൻ പൂട്ടിക്കും. താനിങ്ങോട്ട് വാടക പൂട്ടിക്കാൻ കാണുമല്ലോ. പൂട്ടിക്കും, ഒരേ പൂട്ടിക്കും. ഞാൻ കാണിച്ചു തരാടാ. പിന്നെ ക്ലിനിക്കിന്റെ തറവാട് സ്വത്തല്ലേ? അതേടാ, എന്റെ തറവാട് സ്വത്താടാ. പൂട്ടിക്കലോ, ഞാൻ പൂട്ടിക്കൂടാ. കാണാം കാണാം കാണാം. താനിങ്ങോട്ട് വാടക പൂട്ടിക്കാൻ, താൻ പൂട്ടിച്ചിട്ട് വിടും. താനിങ്ങോട്ട് വാടോ. അയാൾ പറയാ ക്ലിനിക്ക് പൂട്ടണോന്ന്. ഞാൻ കുറച്ച് കേട്ട ആദ്യത്തെ കുറച്ച് തെറിയ കേട്ടേന്ന്. പക്ഷെ സാർ നന്നായി സാറേ, ഇങ്ങനെ തന്നെ വേണം. ഇങ്ങനത്തെ ആൾക്കാർ ഇയാൾ എന്തിനാ? യെസ്, പുള്ളിക്ക് വരട്ടെ, പൂട്ടാൻ വരട്ടെ. പൂട്ടിട്ടേ ഉള്ളൂ. ഇപ്പം ഞാൻ സമ്മതിച്ചു കൊടുത്തിട്ടല്ലേ ഉള്ളൂ. സാധനം എടുക്കണു. അവനെ കൊണ്ട് പൂട്ടിക്കാൻ, അവനെ ഇങ്ങോട്ട് വരട്ടെ. കാണിച്ചു തോക്കാണോ? അവർ തോക്കില്ലോ. തോക്കല്ല, ഉണ്ട്. സാധനം എടുക്കുക. കത്തിയാണോ? കത്തി അല്ല, ഉണ്ട്. വേണ്ട കീ. ഇതെന്താ സാറേ? അയാൾ പൂട്ടാൻ വരുന്നതിന് മുമ്പേ നമുക്കങ്ങ് പൂട്ടിക്കാം. ഓഹോ, അവനെ സമ്മതിക്കത്തില്ല പൂട്ടാൻ, സമ്മതിക്കത്തില്ല. സാറ് പൂട്ടാനാണോ? എടോ താൻ നോക്കടോ, ഇത് കണ്ടോ? ഈ സ്റ്റെത്തിന്റെ ഇയർ പീസ് മേടിക്കാനുള്ള പൈസ പോലും നമുക്ക് കിട്ടുന്നില്ല. പിന്നെ നമ്മൾ എന്തിനാ ഇതുമായിട്ട് മുന്നോട്ട് പോകുന്നത്? സാർ എന്തെങ്കിലും മാർഗമുണ്ടോ പൂട്ടാതിരിക്കാൻ? എൻ്റെ ആഗ്രഹം എങ്ങനെയെങ്കിലും മുന്നോട്ട് പോകണമെന്ന്. പക്ഷെ രക്ഷയില്ലടോ, രക്ഷയില്ല. സാറെ പണിയെടുക്കാതെ ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിക്കുക, ക്ലിനിക്ക് പൂട്ടാതിരിക്കാൻ പറ്റുമോ? പേഷ്യൻ്റ് ആണോ? റെപ്പായിരുന്നു സാർ. റെപ്പോ? എടോ ഞങ്ങൾ പൂട്ടാൻ പോവാ. പൊയ്ക്കോ പൊയ്ക്കോ. സാർ ഒരു പുതിയ പ്രോഡക്റ്റ് പരിചയപ്പെടുത്താൻ. എന്തിന്? ഞങ്ങൾ പുതിയ ലോഞ്ച് സാർ. 2 മിനിറ്റ്. പൊയ്ക്കോ പൊയ്ക്കോ പൊയ്ക്കോ. സാർ ഇനി ഇതുപോലെ റെപ്പ് നമ്മുടെ മുന്നിൽ നിൽക്കുമോ? ഇവരെ കൂടെ ഒന്ന് കയറിപ്പോര് കയറിപ്പോര്. താങ്ക്സ് സാർ. ഞങ്ങളൊരു പുതിയ പ്രോഡക്റ്റ് പരിചയപ്പെടുത്താനാണ് സാർ. ഒരു വേറെ ആരും ലോഞ്ച് ചെയ്തിട്ടില്ലാത്തൊരു പ്രോഡക്റ്റ്. ഏതാ പറഞ്ഞോളൂ. പാരസെറ്റാമോൾ സാർ. പാരസെറ്റാമോൾ അല്ലേ? അല്ല, മോള് വേറെ ആൾക്കാരായിരിക്കും സാർ. ഇത് മോനാണ് സാർ. ഇത് എന്തിനുള്ള മരുന്നാ? പുതിയ ലോഞ്ചാണ് സാർ. പനിക്കുള്ള മരുന്ന്. ഫ്രഷ് ഫ്രഷ് ഫ്രഷ്. പറഞ്ഞോ പറഞ്ഞോ. സാർ പുതിയ ലോഞ്ചാണ് സാർ. എങ്ങനെയെങ്കിലും പ്രോഡക്റ്റ് മൂവ് ചെയ്ത് ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം സാർ. എടോ ഞങ്ങൾ പൂട്ടോടോ, ഞങ്ങൾ ഫ്രണ്ട്സിനോട് വല്ലതും പറയാം. ശരി കേട്ടോ, താങ്ക് യു. സാർ 5 മണി പോവാം. മറ്റേ പുള്ളി വെറുതെ ഉണ്ടാക്കിയത്. 5 മണിയായി. 5 മണിയായോ? അഞ്ച് മണിക്ക് എന്താ? അല്ല സാറേ, ഈ റെപ്പ് പണിക്ക് ചെറിയ വരുമാനമല്ലേ ഉള്ളൂ. ഞങ്ങൾക്ക് 5 മണിക്ക് ശേഷമേ കൊട്ടേഷൻ പണിയൊക്കെ ഉണ്ട്. വെരി ഫണ്ണി. അത് കൊട്ടേഷൻ ആക്കാൻ നോക്കി. അണ്ണാ ഇത് ഇവര് തന്നെയല്ലേ? ആ, ഉമ്മാര് തന്നെയാണ്. ഞങ്ങൾ 6 മാസമായി എടുത്ത് റെന്റ് കൊടുത്തിട്ട്. ഇല്ല, ഞങ്ങൾ 6 മാസം ഒന്നും ആയില്ല റെന്റ് കൊടുത്തിട്ട്. ഞങ്ങൾ 8 മാസം. 8 മാസമായി. റെന്റ് കൊടുക്കാൻ നമ്മുടെ ക്ലിനിക്ക് ഇറങ്ങണ്ട. ക്ലിനിക്ക് പോട്ട് മതി മതി മതി, നിർത്ത്. എല്ലാം പൂട്ടിക്കും. അണ്ണനെ കലിപ്പുണ്ടോ? പെട്ടെന്ന് ഇറങ്ങാൻ നോക്കി നിങ്ങൾ. മതിയണ്ണ, കലിച്ചത് മതി. നാടി ഞരമ്പ് വലിഞ്ഞു മുറുകണ്, പേശികളാകെ ഉരുണ്ട് കയറാണ്. ചങ്കിനകത്ത് താളമട്ടിക്കണ്ട്, തകിട്ട തകിട്ട മേളമട്ടിക്കണ്ട്. CPR കൊടുത്ത് നമുക്ക് മെഡിക്കൽ മെസ്സേജ് ആക്കിയല്ലോ. ക്ലിനിക്ക് പോട്ടോടോ, ഇനി എന്തിനാണോ മെസ്സേജ് കൊടുക്കണോ? CPR അല്ലേ തട്ടിപ്പോടോ. അതെ, നിങ്ങളുടെ ജീവിതം ഞങ്ങൾ രക്ഷിച്ചു. നിങ്ങൾ റെപ്പുമാരായിരുന്നു, ഇവിടെ വന്നിട്ട് ഷോക്ക് അടിച്ചു. ഞങ്ങളാണ് നിങ്ങളെ രക്ഷിച്ചത്. പാരസെറ്റാമോൾ എഴുതണേ സാർ. നിങ്ങൾക്ക് ഈ 5 മണിക്ക് ശേഷം ഗുണ്ടയാവുന്നൊരു പരിപാടി ഇല്ലേ? ശരിയാണല്ലോ. അന്നത്തെ കൊട്ടേഷൻ ആക്കാൻ നോക്കി. ഇത് ഇയാളുടെ ലൊക്കേഷൻ അറിയോ?
ഇത് ജോൺ, ഈ മുണ്ടക്കയം സ്റ്റാൻഡിന്റെ 4ാമത്തെ വളവിൽ നിന്ന് 5ാമത്തെ വീട്. ഞങ്ങൾ പോയിട്ട് വരാം. വേഗം ചെല്ലാം, വേഗം. Thank you. ഞങ്ങൾ പോയിട്ട് വരാം. ഇതാരേ നമ്മുടെ മുതലാളിക്കൊണ്ട ഒരു പണി. എന്ത് കൊട്ടേഷനാ? വെരി ഗുഡ്, വെരി നൈസ്. സാറേ കൂട്ടണോ? കൂട്ടാവടോ, ഫുൾ നഷ്ടത്തിലല്ലോടോ. എത്ര കാലം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. താക്കോലെവിടെ? താക്കോല് നിങ്ങൾ നഷ്ടത്തിലാണോ? നിങ്ങൾ നഷ്ടത്തിലാണോ? അതെങ്ങനെ മനസ്സിലായി? കേരളത്തിലെ ഏതൊക്കെ ഫേംസ് നഷ്ടത്തിലാണെന്നും ലാഭത്തിലാണെന്നുമുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എൻ്റെ ഈ ഡാറ്റാബേസിലുണ്ട്. അതിന് താങ്കൾ ആരാണ്? സാർ ബേസിൽ ജോസഫിന്റെ ആരാണെന്ന് തോന്നുന്നു. ബേസിൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. എടോ, ഡേറ്റാബേസ് ഇത് വേറെ സാധനം. താങ്കൾ പറയൂ, താങ്കൾ ആരാണ്? ഞാൻ സനിൽ ബാലസൂര്യൻ ദ കിങ് മേക്കർ. അത് പറയുമ്പോൾ എനിക്ക് ചെറിയൊരു പിടി വരും. നല്ല എന്നെ പേര് കേട്ടിട്ടില്ല? സോഡ മേക്കർ ഞാൻ കേട്ടിട്ടുണ്ട്. ഏതായി വിവരദോഷി? കറക്റ്റ്, നല്ല വിവരമുള്ള മനുഷ്യനാണ് കേട്ടോ. എൻ്റെ അസിസ്റ്റൻ്റ് ആണേ. വിവരമില്ല. കിങ് മേക്കർ പറയൂ. നിങ്ങൾക്ക് ശത്രുക്കളുണ്ടോ? ഉണ്ട് നമ്മുടെ മുതലാളി. ശരി, ഞങ്ങൾക്ക് ശത്രുക്കളുണ്ട്. ഞങ്ങൾ മുതലാളി. അയ്യോ വേണ്ട, അങ്ങനെ പറഞ്ഞു വേണ്ട. ഇല്ലെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കിടിൽ ഉത്തരവുണ്ടായിരുന്നു. പ്ലീസ്. ഷോ, പാവം മനുഷ്യനല്ലേ, മാറ്റി പറയാം. നിങ്ങൾക്ക് ശത്രുക്കളുണ്ടോ? ഇല്ല, ഞങ്ങൾക്ക് ശത്രുക്കളില്ല. നിങ്ങൾക്ക് ശത്രുക്കൾ ഇല്ലെങ്കിൽ, ഹെയ്റ്റേഴ്സ് ഇല്ലെങ്കിൽ, ഉറപ്പിച്ചോ നീ ഒന്നും ഒരു പുല്ലും ചെയ്യുന്നില്ല, നീ ഒന്നും വളരുന്നില്ല. നിനക്ക് ശത്രുക്കൾ ഉണ്ടോ? അതിനർത്ഥം എന്നാ? നീ വളരുന്നുണ്ട്, നിന്റെ കയ്യിൽ കാശുണ്ട്. കാരണം എന്നാ? നമ്മൾ നന്നാവുമ്പോൾ ഒരു നാറിക്കും ഇഷ്ടമില്ല. നീയൊക്കെ ഒന്ന് പൈസ ഉണ്ടാക്കി നോക്കിക്കേ, ഒരുത്തനും നിന്നോട് ഇഷ്ടപ്പെടത്തില്ല, കൂടപ്പുറപ്പിന് പോലും താല്പര്യം കാണത്തില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഹെയ്റ്റേഴ്സിനെ ഉണ്ടാക്കുക, മാക്സിമം ശത്രുക്കളെ ഉണ്ടാക്കുക. സാറേ ഇയാളൊക്കെ 2 പൊടിച്ചിട്ട് ഇയാളെ ഹേറ്റർ ആക്കിയാലോ? ഷോ, അത് പറ്റത്തില്ല. നല്ലൊരു മനുഷ്യൻ. നിന്നെ കിട്ടാൻ നിന്നെ ഹേറ്ററാക്കിയാലോ? വേണ്ടല്ലേ? പറഞ്ഞു. നിങ്ങളുടെ ബിസിനസ് മെച്ചപ്പെടുത്താനുള്ള പ്രീമിയം സെല്ലിംഗ് ടിപ്സ് എൻ്റെ കയ്യിലുണ്ട്. കൊള്ളാല്ലേ, സൂപ്പർ. എൻ്റെ ട്രെയിനിങ്ങിന് 1 മണിക്കൂറത്തെ ഫീസ് വെറും 1 lakh Indian rupees. ഇത് കുവൈറ്റ് ഡോളറിൽ എത്ര വരും? അയ്യോ അങ്ങനെയൊന്നും ചോദിച്ചൂടാ. അറിഞ്ഞിട്ട് എന്തിനാ 5 പൈസ പോലും എടുക്കാനില്ലല്ലോ. പിന്നെ എന്തിനാ അറിഞ്ഞിട്ട്? അതെ, ഇവിടെ റെന്റ് കൊടുത്തിട്ട് തന്നെ 5-6 മാസമായി. അപ്പോഴാണ് എൻ്റെ 1 ലക്ഷം രൂപ. പോയെ. നിങ്ങൾ ഡോക്ടേഴ്സ് ഇത്ര ദാരിദ്ര്യവാസികളാണോ? അങ്ങനെയാണെങ്കിൽ നമുക്കൊരു 50,000 അങ്ങ് ഫിക്സ് ചെയ്യാനാ. ഇവരുടെ ശമ്പളം കിട്ടിയിട്ട് തന്നെ 2-3 മാസമായി. അതുകൊണ്ട് ഇതാ നിർത്തിയിട്ട് പോ. അങ്ങനെയാണെങ്കിൽ 500 രൂപ അതിന് സമ്മതിച്ചോ? എടോ, ഇവിടെ പേഷ്യൻസോ വരുന്നില്ല. പിന്നെ വരുന്ന പേഷ്യൻസിനോട് നമ്മൾ കെഞ്ചിയിട്ടാണ് ഒരു കൊല്ലം തന്നിട്ടൊക്കെ പോകുന്നത്. അന്നേരമാണോ എൻ്റെ 500 രൂപയും പറ്റി. പോയെ. ഓഹോ. എടാ, നിന്നെ പോലുള്ള യാതൊരു സ്കില്ലും ഇല്ലാത്ത MBBS മാത്രമുള്ള ഡോക്ടേഴ്സ് ആടാ പേഷ്യൻസിന്റെ പുറകെ ഇങ്ങനെ തെണ്ടുന്നത്. എടാ, ഇങ്ങനെ തെണ്ടി ജീവിക്കാതടാ. എടാ, അന്തസ് വേണടാ. നാണം ഉണ്ടോടാ നിനക്കൊക്കെ ഇങ്ങനെ തെണ്ടി ജീവിക്കാൻ? ഡോക്ടർമാരെ തെറി പറഞ്ഞോടാ പന്ന. നീയൊക്കെ വിളിക്കുന്ന ഓരോ തെറി എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനമാടാ. അടിക്കരുത്. യൂട്യൂബിൽ നിന്ന് അടിക്ക് പൈസ കിട്ടത്തില്ല. ഓഹോ, എടാ വെറും MBBS വരെ പുച്ഛിക്കുന്നോടാ. എടാ, കുഞ്ഞിലെ മുതൽ കഷ്ടപ്പെട്ട് പഠിച്ച് പഠിപ്പിച്ചെന്നുള്ള വിളിപ്പേരും കേട്ടിട്ട് ഒരു ഫാമിലി ഫംഗ്ഷനോ ഒരു സിനിമയ്ക്കോ ഒന്ന് കളിക്കാനോ പോലും പോകാണ്ട് 10ാം ക്ലാസ്സിലും +2ലും നല്ല മാർക്കോടെ പാസ്സായിട്ട് എൻട്രൻസ് എന്ന് പറഞ്ഞ് കുറച്ച് ഓക്കോളജി പഠിച്ചിട്ട് MBBS കിട്ടാതെ വന്നപ്പോ എടാ, ഈ വീട്ടുകാരെ നാട്ടുകാരെ പുച്ഛം കണ്ട് അത് സഹിക്കാതെ അതിൽ മനസ്സ് പഠിക്കാണ്ട് വീണ്ടും പഠിച്ച് റിപ്പീറ്റ് ചെയ്ത് MBBS എടുത്തവനാടാ ഞാൻ. അങ്ങനെയുള്ള എന്നെ നീ പുച്ഛിക്കുന്നോടാ. എടാ, MBBS അഡ്മിഷൻ കിട്ടിയിട്ട് കൂടെ പഠിച്ചവന്മാരല്ലേ എഞ്ചിനീയറിംഗിനും ഡിഗ്രിക്കും ചേർന്ന് നേരത്തെ സെറ്റിലാവുന്ന കണ്ടിട്ട് അതിൽ മനസ്സ് പഠിക്കാണ്ട് 6-7 കൊല്ലം പഠിച്ചിട്ട് അവസരം ചെയ്ത് വന്ന് പട്ടിപ്പണി 1 വർഷം ചെയ്തിട്ട് നേടിയെടുത്ത ഡിഗ്രിയാടാ ഇത്. അങ്ങനെയുള്ള എന്നെ നീ വെറും MBBS പുച്ഛിക്കുന്നോടാ. ഇതിനി പാൻ ഇന്ത്യ ബോക്സ് ഓഫീസിൻ തോട തിരികെ നീ വാടാ. പ്യാര മേരാ വീര ഇതിനി പാൻ ഇന്ത്യ ബോക്സ് ഓഫീസിൻ